നല്ലൊരു ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉള്ളൊരു സ്ഥല ടൈപ്പ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് കാപ്പാട് ബീച്ചിലാണ്. നമ്മളെ വാസ്കോഡ ഗാമയൊക്കെ വന്നിട്ടുള്ള ബീച്ചിലാണ്. അതിമനോഹരമായിട്ടുള്ളൊരു ബീച്ചാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നമ്മളെ കൂടെയുള്ളത് നമ്മളെ ഗംഗേട്ടനാണ്. ഗംഗേട്ടാ ഇന്നുണ്ട് സാറല്ലേ? അപ്പോൾ ഞങ്ങൾ പോകുന്നത് എന്താ പറയുക, കാപ്പാട് ബീച്ചിലാണ്. കാപ്പാട് ബീച്ചിൻ്റെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് എൻട്രൻസ്. നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ എൻട്രൻസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻട്രൻസിലോട്ട് പോയിക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ, അവിടെ എത്രയാണ് ചാർജ് വല്ലതും ഉണ്ടാകുമായിരിക്കുമോ, ഒരാൾക്ക് എത്രയാണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തകളായിരുന്നു. അവിടെ എത്തിയപ്പോൾ അത് മാറിക്കിട്ടി. കാരണം ഒരാൾക്ക് 25 രൂപയും ഒരു ചെറിയ കുട്ടികൾക്ക് 10 രൂപയാണ് ചാർജ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട്. ഇവിടെ ഒരു ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല ആനന്ദകരമായിട്ടുള്ളൊരു പാർക്കാണ്. ഒരാൾക്ക് 25 രൂപയാണ് ഇവിടുത്തെ ചാർജ്. രണ്ട് സൈഡുണ്ട്. ഇത് ഒന്ന് പാർക്കൊക്കെ ചേർത്തിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ എൻട്രൻസ് ഫീ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബീച്ചും. അവിടെ എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാരൊന്നും ഇറങ്ങുന്നില്ല. അപ്പോൾ കാരണം നോക്കിയപ്പോഴാണ് അവിടെ ഈ മത്സ്യബന്ധനത്തിൻ്റെ അടുത്തൊക്കെ ആയതുകൊണ്ട് അവിടെ ചെളുക്കകളെല്ലാം ഒരുപാട് അടിഞ്ഞു കൂടുന്നുണ്ട്. അതായത് സാധാരണ മണലല്ല അവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അവിടെ നമുക്ക് എൻട്രൻസ് ഫീ ഒന്നുമില്ല. പക്ഷേ അവിടെ നല്ല അടിപൊളിയായിട്ടുള്ള മണലുകളാണ്. നല്ലൊരു അടിപൊളി പാറയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറി പോയി തരാം. ഇതാണ് ബീച്ച്. ഇതിൻ്റെ വേറൊരു ഭാഗമാണിത്. ഒരു സൈഡിൽ പാർക്കും കാര്യങ്ങളും ആണെങ്കിൽ ഒരു സൈഡിൽ നമുക്ക് ഇതുപോലെ തന്നെ ബീച്ച്, നല്ല മനോഹരമായ ബീച്ചാണ്. നമുക്ക് അതിൽ ഇറങ്ങാൻ പറ്റുന്ന. അതുപോലെ തന്നെ കണ്ടോ, അടിപൊളി ഒരു പാറയും കാര്യങ്ങളൊക്കെ നമുക്ക് വ്യൂ കയറി ഫോട്ടോ കാര്യങ്ങളെല്ലാം എടുക്കാനായിട്ട് നമുക്ക് പോയിട്ട് വരാം. നമ്മൾ നേരെ അടിപൊളി വ്യൂസും കാര്യങ്ങളുമാണ്.
ഇവിടെ മനോഹരമായ കാഴ്ചകൾ. ആദ്യം നമ്മൾ പോയ സ്ഥലത്തൊക്കെ കുറച്ച് ചെളുക്കയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ പോയിൻറ്റ്സുകളാണുള്ളത്. അടിപൊളി നല്ല കാഴ്ചകളാണ്. എല്ലാവരും കണ്ട് എൻജോയ് ചെയ്യുക. വ്യൂസുകളാണ്, അടിപൊളി വ്യൂകളാണ്. പോയിട്ട് വരാം. നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ഈ വഴിയാണ് ഇറങ്ങുന്നത്. ബീച്ച് ഇങ്ങനെ കണ്ടുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ പോവാ. നല്ല അടിപൊളി വ്യൂ ആണ്. ഞങ്ങക്ക് അബദ്ധം പറ്റി, അത് നിങ്ങൾ പറയണില്ല. അതായത് പരാജയം വിജയത്തിന്റെ മുന്നോടിയാന്നല്ല നമ്മൾ കേട്ടില്ല. അതുപോലെ ചെറിയ പരാജയങ്ങളൊക്കെ സംഭവിക്കും, ചെറിയ അബദ്ധങ്ങൾ, പരാജയങ്ങളല്ല. ആ ബീച്ചെടുത്തി അവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഇടിഞ്ഞു പോയിട്ടൊക്കെ ഉണ്ട്. ഈ ഭാഗത്ത് എടുക്കാൻ പറ്റുണ്ടോ? പിന്നെ ബീച്ചും കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ പോവാണ്. നമ്മള് ഇതിപ്പോ ബീച്ചിന്റെ സൈഡിൽ കൂടെ ഓടിക്കണ്. അപ്പൊ നമുക്ക് ഇനി ബീച്ചിന്റെ സൈഡിൽ കൂടെ അല്ലാതെ ബീച്ചിൽ കൂടെ ഓടിക്കാൻ വേണ്ടി പോവാം. തിക്കോടി ലക്ഷ്യമാക്കിയാണ് നമ്മൾ പോണത് അല്ലേ?